ഇല്ല, എനിക്കവരെ കാണണം. കണ്ണ കണ്ണ റാം. കിടന്നൊച്ച വെക്കണ്ടാലും ഞാൻ വിളിക്കാം അവരെ. റാം മോനെ ഒന്നിങ്ങി വന്നേടാ. ഡാഡി എന്തിനാ വിളിച്ചത്? ഈ നിൽക്കുന്ന ആളെ അറിയോ നിനക്ക്? റാം, ഞാനാണ്. ഞാനും. നോ, നീ എൻ്റെ ആരുമല്ല. എനിക്ക് നിന്നെ അറിയത്ത് പോലുമില്ല. ഡാഡി, അമ്മ. കണ്ണ, അത് നിന്റെ ആരുമല്ല. നീ വന്നേ, ഇങ്ങ് വാ. റാം പ്ലീസ്, എനിക്ക് പറയാനുള്ളത് കേക്ക്. റാം റാം നിക്ക് പ്ലീസ്. ഇനി എന്ത് കേൾക്കാന് റാം? നിന്റെ ഇഷ്ടപ്രകാരം നീ ഒരു താലിയും കെട്ടി കൊണ്ടുവന്നതാ ഇവളെ, ഞങ്ങളോട് പോലും പറയാതെ. എന്നിട്ടോ ഒരു കുഞ്ഞിനെ കണ്ടിട്ട് വേറൊരുത്തനെ കണ്ടപ്പോ അവന്റെ കൂടെ പോയതാ ഇവള്. ഇനിയും നിനക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകണമെന്നുണ്ടോ നിനക്ക്? ഇത്രയും ദിവസം മുന്നിലുണ്ടായിട്ടും നിനക്ക് ഇവരെ വേണ്ടായിരുന്നല്ലോ. ഇപ്പോ എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? ഡാഡി, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഐ എം സോറി. സോറിയിൽ തീരാവുന്ന പ്രശ്നമാണോ ഇത്? നീ ഒന്ന് ആലോചിക്കും. ഡാഡി വേണ്ട. കണ്ണ മോനെ ഒന്നിങ്ങ വന്നേ. എന്നെ സ്വീകരിക്കാൻ ഡാഡിയോട് പറ മോനെ. ഇല്ല, അങ്ങനെ ഞാൻ എന്റെ ഡാഡിയോട് പറയില്ല. മോനെ ഞാൻ പറയുന്ന കേക്ക്. അനു, അവൻ പറഞ്ഞത് നീ കേട്ടില്ലേ? നീ ഇവിടുന്ന് പോവാൻ നോക്ക്. ഇല്ല, ഇത് ഞങ്ങളുടെ ഫാമിലി കാര്യ, അതില് വേറെ ആരും ഇടപെടണ്ട. എന്നിട്ട് ഇത്രയും ദിവസം എന്റെ മുന്നിലുണ്ടായിട്ടും ഇപ്പഴാണ് നിനക്ക് നിന്റെ ഫാമിലിയൊക്കെ ഓർമ്മ വന്നത്. നിന്നെ സമയം കളയാതെ നീ പോവാൻ നോക്കാനോ? പറ്റില്ല, എനിക്കിവരെ വേണം. നിനക്ക് തോന്നുമ്പോ ഉപയോഗിക്കാനും വലിച്ചെറിയാനും ഞങ്ങൾ നിന്റെ കളിപ്പാവയൊന്നുമല്ല. പ്ലീസ് താ, എനിക്കറിയാം എനിക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടം. ആ, അത് നിന്റെ വെറും തോന്നലാനോ? ദേ, ഈ കുഞ്ഞിനെ എന്നെ നീ വിട്ടുപോയപ്പോ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീടുള്ള ഓരോ ദിവസവും നിന്നെ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ നിന്നെ മറക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ദേ ഈ നിൽക്കുന്ന എൻ്റെ മോന. അവന് വേണ്ടാത്തതൊന്നും എനിക്ക് വേണ്ട. നീ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് പോലും ഞാൻ അവനെ അറിയിച്ചിട്ടില്ല. റാം, ഇനി ഞാനായിട്ട് നിനക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരത്തില്ലടാ, എന്നെ വിശ്വസിക്കേ. നോ, എൻ്റെ സ്വഭാവം മാറും മുന്നേ നീ ഇവിടുന്ന് പോവാൻ നോക്ക്. ഇല്ല, നിനക്ക് എന്നെ എപ്പോഴും ഇഷ്ടമാണ്, എനിക്കറിയാം റാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ പോയതിനു ശേഷം നിനക്ക് മറ്റൊരാളോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, മറ്റൊരു വിവാഹം കഴിച്ചിട്ടുമില്ല. നീ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ എനിക്കത് മതിയറാം. ആര് പറഞ്ഞു എന്റെ ഡാഡിക്ക് ആരോടും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലാന്ന്? ഇപ്പൊ എന്താ വേണ്ടേ? എന്റെ ഡാഡി ഒരു വിവാഹം കഴിച്ചാല് തീരുവല്ലോ പ്രശ്നം. ഡാഡി, ഞാൻ പറഞ്ഞ ഡാഡി കേക്കില്ലേ? കണ്ണ, നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ പറഞ്ഞ ഡാഡി സാധിച്ചു തരുമോ ഇല്ലയോ? തരാം. ഇവയാൻറ്റി എന്നെ സ്വന്തം മോനെ പോലെ തന്നെയല്ലേ കാണുന്നേ? അതെ കണ്ണ. ഇപ്പൊ എന്റെ അമ്മയാണെന്ന് പറഞ്ഞു വന്നില്ലേ, അതൊരിക്കലും എന്റെ അമ്മയല്ലാതാവില്ല. പക്ഷേ ഒരമ്മ ചെയ്യേണ്ട കാര്യമല്ല എന്നോടും എന്റെ ഡാഡിയോടും കാണിച്ചത്. അതുകൊണ്ട് തന്നെ എന്റെ അമ്മയായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സ്ഥാനം ഞാൻ കൊടുത്തിട്ടുമില്ല. ഇവയാൻറ്റി എന്റെ മോനെ പോലെ തന്നെ കാണുന്നേ. ഡാഡിയാണെ എന്റെ ആഗ്രഹം സാധിച്ചു തരാമെന്നും പറഞ്ഞു. പിന്നെ ഇവയാൻറ്റി എനിക്കിഷ്ടാ. ഞാൻ എന്റെ അമ്മയെ കണ്ടത് ഇവയാൻറ്റിയിലൂടെയാ. അതുകൊണ്ട് എന്റെ അമ്മയായിട്ട് എനിക്ക് ഇവയാൻറ്റിയെ മതി. കണ്ണ, നീ എന്താ ഈ പറയുന്നേ? വേണ്ട, കണ്ണന്റെ അതേ അഭിപ്രായം തന്നെയാ എനിക്കും. അതെ, ഇനി റാം ഒരു വിവാഹം കഴിച്ചില്ല എന്ന പേരും പറഞ്ഞ് നീ ഇങ്ങോട്ട് വരണ്ട. എടാ കണ്ണ, നിന്നെ പ്രസവിച്ചത് ഞാനാ, അല്ലാതെ വലിഞ്ഞു കയറി വന്നവരല്ല. അനു, നിർത്തിക്കോ നീ. നാണുണ്ടോടി വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞായ ഒരാളെ ആഗ്രഹിക്കാൻ? നിന്നെയൊക്കെ മാനം വിറ്റ് ജീവിക്കുന്നവരുടെ കൂട്ടത്തിലാണ് എടുക്കേണ്ട. ഛേ, നിർത്തടി ബ്ലഡി. നിർത്തിക്കോ, നീ കുറെ നേരമായി തുടങ്ങിയിട്ട്. നീ പറഞ്ഞ കൂട്ടത്തിൽ എന്നെയല്ല നിന്നെ തന്നെയാ പെടുത്തന്നെ.
കാണുന്നവരൊക്കെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നതേ നീ അങ്ങനെ ആയതുകൊണ്ടാ. ഇത്രയും നേരം നീ പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ മിണ്ടാതിരുന്നു എന്ന് കരുതി എന്റെ മാനത്തിന് വിലയിടാൻ നിനക്കൊരു അവകാശമില്ല, കേട്ടോടി. ആ, നിനക്ക് കിട്ടേണ്ടത് കിട്ടിയല്ലോ. എന്നാ പിന്നെ ടൈം കളയാതെ ഇവിടെ നിന്ന് അങ്ങ് പോവാൻ നോക്ക്. ചെല്ലും. അപ്പൊ നിന്റെ മോൻ പറഞ്ഞ നീ അവളെ കെട്ടും. ആ, ഞാൻ കെട്ടും. നീ അവളെ കെട്ടുന്ന എനിക്കൊന്ന് കാണണം. ആ, എന്നാ നീ കാണാൻ അങ്ങ് തയ്യാറായിക്കോ. ഈ കല്യാണം നടക്കില്ല, നടത്താൻ ഞാൻ സമ്മതിക്കില്ല. നോക്ക്, ഇത് തന്നെയല്ലേ നീ വീട്ടിൽ നിന്ന് സംസാരിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഞാൻ നിന്നോടല്ല സംസാരിച്ചത്. ഇത് എന്റെ കല്യാണം കൂടെയാ, അപ്പൊ എനിക്കിവിടെ സംസാരിക്കാം. നോക്കാനു, നീ ഇവിടെ കിടന്ന ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഈ കല്യാണം നടത്താൻ നീ സമ്മതിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. നീ പ്ലാൻ ചെയ്ത പോലെ ഇവിടെ ഒന്നും നടക്കില്ല. അതിനെന്താ വേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാം. അനു, ആ, കിഷു, 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 താനോ? ആ, ഞാനല്ലെങ്കിൽ മറ്റൊരാ അല്ലേ? കിഷു, നീയല്ലേ എന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയത്? അല്ല, ഞാൻ നിന്നെ കൺഫ്യൂസ് ചെയ്തതാ. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാ നീ എന്ത് ചെയ്യുമെന്നറിയാൻ. നിനക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലേ? കിഷു, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവരൊക്കെ വേണ്ടാന്ന് വെച്ച് വന്നത്. പക്ഷെ നിനക്ക് എന്നെ വേണ്ടാന്നറിഞ്ഞപ്പോ എനിക്ക് ഇങ്ങോട്ട് വരാനാടാ തോന്നി. പക്ഷെ ഇവരൊക്കെ ഒരുപാട് മാറിപ്പോയി. ഇപ്പൊ ഞാൻ വിളിച്ചാ എന്റെ കൂടെ വരുമെന്ന്. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊന്നും ഉണ്ടാവില്ല, പ്രോമിസ്. വിരോധമല്ലെങ്കിൽ രണ്ടാൾക്ക് ഈ കല്യാണത്തിൽ അങ്ങ് പങ്കെടുക്കാം. ഇവ മോളെ, നീ റൂമിലേക്ക് പോകുമ്പം ദേ ഈ പാലും കൂടെ അങ്ങ് കൊണ്ടുപോവണേ. അതെന്തിനാ ആന്റി പാലെടുക്കുന്നേ? മാരേജ് കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ബെഡ്റൂമിലേക്ക് പോകുമ്പോ ഇത് കൊണ്ടുപോകാൻ നിനക്ക് അറിയില്ലോടി? ഞാൻ കൊണ്ടുപോവാ ആന്റി. നിന്റെ സിറ്റുവേഷൻ എനിക്ക് അറിയാമല്ലോ. നിന്നോട് ചോദിച്ചിട്ടല്ല ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. അയ്യോ ആന്റി, എനിക്ക് കണ്ണൻ ഹാപ്പി ആയിരുന്നാ മതി. പിന്നെ ഇവിടെ ഇങ്ങനൊരു പ്രപ്പോസൽ എനിക്ക് കിട്ടുന്ന ഡാഡി പോലും വിചാരിച്ചില്ല. എന്നോട് ചോദിച്ചിട്ട് തന്നെയാ ഡാഡി ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ ഡാഡിയും കണ്ണൻ. അവർ ഈ കാര്യത്തിൽ ഹാപ്പിയാണോ എന്ന് ഞാനും ഹാപ്പിയാ. എന്നാലും അവർക്ക് വേണ്ടിയിട്ട് മോളുടെ ലൈഫ്. എന്റെ പൊന്നാന്റി, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. കണ്ണനൊരു അമ്മയില്ലാത്തതിന്റെ കുറവ് അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഞാൻ കാരണം അവൻ വിഷമിക്കില്ല. ഒരമ്മയുടെ സ്നേഹം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ കണ്ണനാവരുത്. ഇന്നു മുതൽ അവന്റെ അമ്മയായിട്ട് അവന്റെ കൂടെ ഇന്നും ഞാനുണ്ടാവും. എങ്ങനെ വന്ന ആളാണ് നോക്കണേ, ഇന്നു മുതൽ എന്റെ ഏട്ടത്തിയ.